അപ്പൊ ഇന്നിപ്പോ ഞങ്ങക്ക് തിരിച്ചു പോവാൻ ഭയങ്കര സങ്കടമുണ്ട്. ഹായ് ഗൈസ്, അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ തുടങ്ങുകയാണ് മൂന്നാറിലെ ഫോറസ്റ്റ് കൗണ്ടി എന്നുള്ള റിസോർട്ടിൽ. അപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ കണ്ടൊരു വ്യൂ ആണ് ഈ കാണുന്നത്. പക്ഷേ ഇത് ഞങ്ങളൊരു 7 മണിക്ക് എഴുന്നേറ്റപ്പോൾ ഉള്ളായിരുന്നു. പക്ഷേ ഒരു 6 മണിക്കൊക്കെ ഈ ഫ്രണ്ടിൽ നമുക്ക് കാഴ്ച കാണാൻ പറ്റാത്ത രീതിയിലായിരുന്നു കോടയുണ്ടായത്. അപ്പം ഞങ്ങളത് എഴുന്നേറ്റുള്ളൂ. ഇനി നമുക്കൊന്ന് ഫ്രഷ് ആയിട്ടൊക്കെ കാണാം. നമ്മൾ രാവിലെ ട്രക്കിങ്ങിന് പോണേന്. അപ്പം നമുക്ക് വഴികാട്ടികളായിട്ട് 3 ഡോഗ്സ് ഉണ്ട് നമുക്ക് ഫ്രണ്ടിൽ. ഇവരാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. ഇതുങ്ങളാണെങ്കിലും ആനയുടെ മണം പിടിച്ചിട്ട് ഇങ്ങനെ കാടിൻ്റെ ഉള്ളിലേക്ക് ഓടി പോകുന്നു. ആന അവിടെ ഉണ്ടോ ഇല്ലേന്ന് അറിയാനായിട്ട്. ഇൻ കേസ് അവിടെ ആന ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുങ്ങൾ തിരിച്ച് ഇതിൻ്റെ യജമാനൻ്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ കുരയ്ക്കും. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവും അവിടെ ആനയുണ്ടെന്ന്. അങ്ങനെയാണ് അതുങ്ങളുടെ ഒരു വേ ഓഫ് മെത്തേഡ്. പിന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള വഴി കൂടെയൊക്കെ വേണം പോകാനായിട്ട്. അവിടെ പക്ഷേ അവർ ലൈൻ കമ്പിയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ കമ്പിയിൽ പിടിച്ചൊക്കെ കയറാം. പക്ഷെ എന്നാലും ഭയങ്കര ടാസ്ക് ആട്ടോ. പിന്നെ പകുതി എത്തിയപ്പോഴത്തേക്കും ഗൈഡ് പറഞ്ഞു എല്ലാവരും ഒച്ചയെടുക്കണമെങ്കിൽ നമുക്ക് പോകാൻ പറ്റില്ല, ആന നമ്മുടെ അടുത്തേക്ക് വരില്ല, ആന എങ്ങോട്ടെങ്കിലും ഓടിക്കളയും. അപ്പോൾ അതുകൊണ്ട് സൈലൻ്റ് ആയിട്ടാണെങ്കിൽ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ പേരൊക്കെ തിരിച്ച് റിസോർട്ടിലേക്ക് പോയി. പക്ഷേ ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. ഞങ്ങൾക്ക് ആനേനെ കണ്ടാലേ മതിയാവും എന്നുള്ള രീതിയിലായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് തന്നെ. അപ്പോൾ തിരിച്ച് ആനേനെ കാണാണ്ട് ചെല്ലുമ്പോൾ നമുക്ക് സങ്കടമാവില്ലേ? അതുകൊണ്ട് ഞങ്ങളും പോയി. അപ്പോൾ നമ്മൾ കാട് മൊത്തം ചുറ്റി കാണുകയാണ്. ഒരു മല കടന്ന് 2ാമത്തെ മലയിലാണ് ആനയുള്ളത്. അപ്പോൾ ഒരു മല മൊത്തം നടന്ന് തിരിച്ച് അടുത്ത മലയിലേക്ക് എത്തണം. അതുവരെ ഈ ഒരു നടപ്പാണ്. അങ്ങനെ നമ്മൾ നടന്ന് മലയുടെ ടോപ്പിലെത്തി. ടോപ്പ് വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുപോലെ ഈ ഗൈഡ് നമുക്ക് അവിടെയുള്ള ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. പിന്നെ അരിക്കൊമ്പൻ്റെ കാര്യം പറഞ്ഞ്, മറ്റേ വേറൊരു പടയപ്പയുടെ കാര്യം പറഞ്ഞ്, അവരുടെയൊക്കെ ഓരോരോ നേച്ചേഴ്സ്. പിന്നെ ഈ മലയിൽ പുലി ഉണ്ടായിരുന്നു. പുലി വന്നിട്ട് 2 പശുക്കളെയൊക്കെ കൊണ്ടുപോയി. പശുക്കളെ മെയ്യാൻ വിടുമല്ലോ, അപ്പോൾ ആ ടൈമിൽ പുലി വന്നിട്ട് പശുക്കളെ കൊണ്ടുപോയി. അങ്ങനത്തെ ഓരോ കഥകൾ, അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്ന കഥകൾ പുള്ളി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. ആന ഉണ്ടായോ? എങ്ങോട്ട് പോണത്? ഇപ്പോൾ പുള്ളി പറഞ്ഞെന്താ വെച്ചാൽ ആ കാണുന്ന മലയുണ്ടല്ലോ, അവിടെയാണ് ആനയുള്ളത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന മലയുടെ ഒരു ഓവറോൾ വ്യൂ എന്ന് പറയണത്. ഇതാണ്. ഇവിടെ നിന്ന് നമുക്ക് മൂന്നാർ ടൗണും അതൊക്കെ അവിടെ നിന്ന് ഒറ്റ വ്യൂവിൽ കിട്ടും. പക്ഷേ കോട കാരണം, പച്ചപ്പ് കാരണം നമുക്ക് മലയ്ക്ക് കാണാൻ പറ്റില്ല. നമ്മുടെ ഗൈഡ് കൂടി ഉണ്ട്. എന്താ ഞാൻ ശരിക്കും രാമവാടിയാണ് ഇറങ്ങിയത്. നല്ല സീനാണ്. എനിക്ക് ആ ഒരു ഉള്ളിലുള്ള ഇടിപ്പ് മാറിയിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ചു. കാരണം നമ്മൾ നോക്കി നടന്നില്ലെങ്കിൽ നേരെ വീണത് കൊക്കയിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര കെയർഫുള്ളായിട്ടായിരുന്നു ഈ വഴി കൂടെ പൊക്കോണ്ടിരുന്നത്. ഇതാ കണ്ണക്കാട്, അവിടെയാണ് ആനയുള്ളതെന്നാണ് പറയുന്നത്. ഒറ്റക്കൊമ്പൻ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഫോറസ്റ്റുകാർ വിളിച്ചു പറഞ്ഞത് ആണല്ലേ. ഇപ്പോൾ ഈ കാണുന്ന ഷോട്ട് ഉണ്ടല്ലോ, ഞങ്ങൾ ട്രക്കിങ് കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ കണ്ട കാഴ്ചയാണ്. നമ്മൾ പോയ മല, അതായത് രാവിലെ ഞാൻ കാണിച്ച വീഡിയോയിൽ ഉള്ള മല കോട വന്ന് മറഞ്ഞിരിക്കണം. അത്രയും കോടയായിരുന്നു. അത് നമ്മൾ തിരിച്ചെത്തിയത് ഒരു 9 മണിയൊക്കെയായപ്പോൾ. 9 മണിയായപ്പോഴുള്ള ക്ലൈമറ്റാണ് നിങ്ങളാ കണ്ടത്. മിനിറ്റിനല്ലേ കോട വന്നും പോയി ഇരിക്കണത്. ട്രക്കിങ് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് പൂരി മസാല, ദോശ, ഇഡലി, സാമ്പാർ, ചട്നി, പിന്നെ കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായി, ബ്രെഡ് ഓംലെറ്റ് ഉണ്ടായി, മുട്ട ഉണ്ടായി. ഇത്രയുമാണ് നമുക്ക് ഉണ്ടായത്. ഇവിടെ എത്തിയപ്പം ട്രെക്കിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയപ്പോൾ ലേറ്റ് ആയി. അപ്പം നമ്മൾ ഏറ്റവും ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അതിപ്പോൾ മുട്ടയൊന്നും കിട്ടിയില്ല. നാളെ നേരത്തെ വന്ന് കഴിച്ച ഭക്ഷണമൊക്കെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോയി ആ
കാണുന്ന തൊട്ടിലിൽ കിടന്നു. ഇതിന് എന്താ പറയുക, ഞാൻ ആകാശത്തൊട്ടിൽ എന്നാണ് പറയണത്, ശരിക്കും ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇതിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ചേട്ടനും കൂടെ വന്നു. ഞാൻ കിടന്നുറങ്ങണ കണ്ടപ്പോൾ ചേട്ടനും കൊതിയപ്പോൾ ചേട്ടനും വന്നു. അങ്ങനെ ചേട്ടനും കിടന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ അതേ ഇത് കണ്ട ചേട്ടൻ ട്രക്കിങ്ങിന് പോയപ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് വീണ് കാല് പൊട്ടി. ആ കാണുന്ന ആഫ്റ്റർ എഫക്റ്റാണ് ഈ കാണുന്നത്. കാരണം ഒന്നും കാണാൻ പറ്റില്ല, മൊത്തം മൂടി കിടക്കണ ഇതുണ്ടോ. ഇത് അവിടേക്ക് ഒരു ബിൽഡിംഗ് ഉണ്ട്, അതൊന്നും കാണാൻ പറ്റണില്ല, മൊത്തം മൂടിപ്പോയി. ഇതെന്താണ്, നമ്മളാകാശത്തിന്റെ മേളിലേക്ക് ആകാശത്തിന്റെ താഴെ. ഇവിടെ ഒരാളെ കോടെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കണ. ശരിക്കും താഴേക്ക് നോക്കാൻ പറ്റണല്ലോ നമ്മള്. ഓ ഗൈസ്, നമ്മളപ്പോൾ റിസോർട്ടിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നാർ ടൗണിലേക്ക് പോവുകയാണ്. റിസോർട്ടിൽ ഇന്നലെ ഫുൾ എക്സ്പ്ലോർ ചെയ്ത് ഇനി നമ്മൾ ഇന്ന് രാവിലെ നല്ല അടിപൊളി ട്രക്കിംഗ് ഒക്കെ പോയി. പിന്നെ ഇനി നമ്മൾ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴേ ഇനി തിരിച്ച് റിസോർട്ടിലേക്ക് പോകുള്ളൂ. ഇപ്പോൾ നമ്മളിനി മൂന്നാർ ടൗണിൽ പോയിട്ട് നേരെ സൈലൻറ്റ് വാലി പോകണമെന്നുണ്ട്. ഡിസ്റ്റൻസ് നോക്കിയിട്ട് നമ്മൾ പോകുള്ളൂ. ഇല്ലെങ്കിൽ അവിടെയൊക്കെ ടൗണിലൊക്കെ ഒന്ന് കറങ്ങി കുറച്ച് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മളിനി തിരിച്ച് റിസോർട്ടിലേക്ക് വരും. കാൽപ്പാട് അന്ന് വന്ന് ക്യാമറ ഇട്ടെന്ന് പറഞ്ഞു ആണ് എനിക്കൊണ്ടേ കാൽപ്പാട്. ഇതൊക്കെ ഇപ്പൊ വന്നതാ, അളവൊന്ന് ചവിട്ടിയിട്ടാണ് ഇതൊക്കെ പോയത്. പകുതിക്ക് പൊട്ടമാക്ക ഇവൻ വന്ന് പൊട്ടിച്ചിട്ട് ടാങ്കിനോട് വെച്ചിട്ട് കിട്ടിയത്. അപ്പോൾ അവിടുത്തെ ഓണറാണ് നമുക്കിപ്പോൾ കാണിച്ചു തന്നത്. അവിടുത്തെ ആന വന്നിട്ടുള്ള കാൽപ്പാടുകളും പിന്നെ ആന വന്ന വഴിയും പിന്നെ ആന എന്തിനാണ് വന്നത്, അവിടെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ടാങ്ക് വെച്ചിട്ടുണ്ട്. ആ ടാങ്കിൽ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെയാണ്. രാത്രി ആയപ്പോഴത്തേക്കും ക്യാമ്പ് ഫയർ തുടങ്ങി. അപ്പോൾ പുലി വന്ന കഥയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോണത്. ഞാൻ രാത്രി 4 മണിക്കായിട്ട് കോട്ടേജിൽ നിന്ന് അപ്പുറത്ത് ബാത്റൂമിലോട്ട് പോയപ്പം കാട്ടിൽ നിന്ന് എനിക്ക് അന്നേരം പ്രതീക്ഷയില്ലായിരുന്നു. ഇതിൻ്റെ ഒരു ഭയങ്കര മുകളിൽ കിട്ടും ഒരുപാട്. ഇത് സമയങ്ങളൊന്നുമില്ല, സമയമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഞാൻ ഇവിടുന്ന് ഒരു 7:30 അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ താഴെ ഒന്നും ഗസ്റ്റില്ല. അപ്പോൾ അവിടുന്ന് എന്തോ സാധനം നിൽക്കുമായിരുന്നു. ഇവൻ പോയേക്കുന്ന പാട്, ഇവന്റെ പാട് നമ്മളിങ്ങനെ കൈ കുത്തിയാലേ കടുവയുടെ പുലിയുടെ ഇങ്ങനെ ആഴത്തിലായിരിക്കും, കുഴി പോലെ ആയിരിക്കും. ഉള്ളങ്കൈ ഇങ്ങനെ നഖ ഇത് മറ്റുള്ള ഇതെല്ലാം കുളമ്പ് ഇങ്ങനെ വരും. ഇവന്റെ മാത്രം ഓരോന്നിന്റെ പുലിയുടെ അങ്ങനെ ഒരു 3 ഇങ്ങനത്തെ സൗണ്ട് ആയിരിക്കും, നഖം ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ഇവിടുന്ന് വേസ്റ്റ് ഇടാൻ ചെന്നായിരുന്നു. ഈ വേസ്റ്റ് ഇടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സംഭവത്തിൽ താഴെ വെച്ച് പിന്നെ ഒരു പ്രാവശ്യം ഈ പുള്ളി ഇവിടെ വെച്ച് ചെന്നപ്പോൾ കണ്ടു പേടി. ഹായ് ഗായ്സ്, നമ്മളപ്പോൾ ഇന്ന് 3rd ഡേ ആണ് മൂന്നാറിൽ. നല്ല ക്ലൈമറ്റ് ആട്ടോ. 3 ദിവസമായിട്ട് ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു, നല്ല കോടയുണ്ടായി. ഇതുണ്ട് ബാക്കിലൊക്കെ കോടയാണ്, നല്ല രീതിക്ക് കോടയുണ്ട്. ഇപ്പം നമ്മൾ റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെക്കൗട്ടാണ്. 3 ദിവസം നല്ല അടിച്ച് പൊളിച്ച് ദേ ആ മല ഉണ്ടോ, ആ മലയിൽ കൂടെ കയറി ഈ മലയിൽ കൂടെ കയറി ദേ ഇതിൽ കൂടെയാണ് ഞങ്ങൾ ഇന്നലെ തിരിച്ചെത്തിയത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ട്. സോ നമുക്ക് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ? ഇഡ്ഡലി ഉണ്ട്, സാമ്പാറുണ്ട്, ചട്നി ഉണ്ട്, പിന്നെ കട്ട് ഫ്രൂട്ട് ഉണ്ട്, ഓംലേറ്റ് ഉണ്ട്, പിന്നെ ബ്രെഡ്, ജാം, ബട്ടർ.
ഗൈസ് നമ്മൾ റിസോർട്ടിനോട് വിട പറയാണ്. 3 ദിവസം ഞങ്ങൾ ഭയങ്കരമായിട്ട് അടിച്ചു പൊളിച്ച് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. എൻ്റെ പൊന്നോ, മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരുന്നു. അതുപോലെ നൈസ് ആംബിയൻസ്, നൈസ് സർവീസ്, നൈസ് ഫുഡ് എല്ലാം അടിപൊളിയായിരുന്നു. ഒന്നും നെഗറ്റീവ് പറയാനുണ്ടായില്ല. എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾക്ക് തിരിച്ച് പോകാൻ ഭയങ്കര സങ്കടമുണ്ട്. അപ്പോൾ ചേട്ടനോട് പറയാനായിരുന്നു നമുക്ക് ഒരു ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്താലോ എന്നൊക്കെ. പക്ഷേ നമ്മൾക്ക് പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. പക്ഷേ നെക്സ്റ്റ് ടൈം ഞങ്ങൾ ഇനിയും ഇവിടെ വരും. ഫാമിലി ആയിട്ടും കപ്പിൾസായിട്ടും എല്ലാവർക്കും വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ടാണ്. അപ്പോൾ എല്ലാവരും വരണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ, സീ യു.